സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 14-ാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തില് രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തെ ഉറക്കെ വിളിച്ചോതുന്ന ഒരു സന്ദർഭമുണ്ട്. അത് വാൽമീകിയുടെ ആത്മകഥ പറയുന്ന സന്ദർഭത്തിലാണ്. രാമനാമം ജപിച്ച് കാട്ടാളത്വത്തിൽ നിന്ന് കവിത്വത്തിലേക്ക് മാറിയ വാൽമീകി രാമമന്ത്രത്തിൻ്റെ ശക്തി, തേജസ്, കഴിവ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ പേര് നമുക്കറിയാം, രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു എങ്കിലും യാതൊരു മര്യാദയുമില്ലാതെ ബ്രഹ്മകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു കാട്ടാളന് തുല്യമായ ജീവിതം, കാരണം ചിന്തയും പ്രവൃത്തിയും ഒക്കെ കാട്ടാളത്ത് നിറഞ്ഞ വഴിയിലേക്ക് പോവുകയും അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കാട്ടിൽ താമസിക്കുകയും അതിൽ പുത്രന്മാരുണ്ടാവുകയും അതുമാത്രമല്ല, ഇദ്ദേഹം ചെയ്യുന്ന തൊഴില് യാതൊരു ലജ്ജയുമില്ലാതെ അമ്പും വില്ലും ഒക്കെ ധരിച്ചുകൊണ്ട് ജന്തുക്കളെ കൊല്ലുക, അതുപോലെ അതുവഴി വരുന്നവരുടെ വസ്തുവകകളൊക്കെ മോഷ്ടിക്കുക, അവരെതിർത്ത് വന്നാൽ അവരെ കൊല്ലുക, ഇങ്ങനെ വളരെ നികൃഷ്ടമായ ഒരു ജീവിതമാണ് രത്നാകരൻ നടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിട്ടുപോയി കാട്ടിലെത്തി, അവിടെയാണ് താമസം. അതുവഴി വരുന്നവരെയൊക്കെ പിടിച്ചു പറിക്കുക. അപ്പൊ ആ പൂർവാശ്രമത്തിൽ എന്തെല്ലാം ചെയ്തികളാണ് രത്നാകരൻ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അതുവഴി സപ്തർഷികൾ വന്നു. 7 മുനിമാരാണ്. പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അത്രി, മരീചി, അങ്കിരസ്, വസിഷ്ഠൻ. ഇതാണ് സപ്തർഷികൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിലൊന്നുമില്ല. എന്നാൽ അവരുടെ വസ്ത്രം പിടിച്ചു പറിക്കാനായിട്ട് മൂഢനായിട്ട് രത്നാകരൻ ചെല്ലുകയാണ്. അവര് നട്ടുച്ചയ്ക്ക് എങ്ങനെയാണോ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് അത്രത്തോളം തേജസ്സോടു കൂടിയാണ് ഈ സപ്തർഷികൾ വരുന്നത്. അപ്പോ ആ മുനിവരന്മാര് ചോദിച്ചു, എന്താണ് നീ പ്രവർത്തിക്കാൻ പോകുന്നത്? ഈ സമയത്ത് രത്നാകരൻ പറഞ്ഞു, എനിക്ക് പുത്രന്മാരും ഭാര്യയും ഒക്കെ ഉണ്ട്. അവര് വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നിത്യവൃത്തി കഴിക്കാൻ ഞാൻ ഇതുവഴി പോകുന്നവരെ പിടിച്ചു പറിക്കും. അതുകൊണ്ടാണ് നിങ്ങളെയും പിടിച്ചു പറിക്കാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട് സപ്തർഷികൾ ചോദിച്ചു അവനോട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് കേൾക്കുക. നീ ചെന്ന് നിന്റെ കുടുംബത്തോട് ചോദിക്കണം, ഭാര്യയോടും മക്കളോടും ചോദിക്കണം. അവർക്ക് വേണ്ടിയല്ലേ ഈ പാപങ്ങളൊക്കെ നീ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അവരോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്നതൊക്കെ പാപമാണല്ലോ, അതിൻ്റെ ഫലം അവരുകൂടി പകുക്കുമോ? അതായത് മോഷ്ടിച്ച് കിട്ടുന്ന സാധനങ്ങൾ പകുത്ത് കഴിക്കുന്നതല്ല, മറിച്ച് രത്നാകരൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ഭാര്യയും മക്കളും കൂടി അനുഭവിക്കുമോ എന്ന് പോയി ചോദിക്കണം.
നീ തിരിച്ചു വരുന്നത് വരെയും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ടിട്ട് രത്നാകരൻ നേരെ പുത്രന്മാരുടെയും ഭാര്യയുടെയും അടുത്ത് എത്തി. എന്നിട്ട് ചോദിക്കുന്നു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. ദുഷ്ടകർമ്മങ്ങളൊക്കെ ഒട്ടേറെ ചെയ്താണ് നിങ്ങളെ ഞാൻ ഭരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? ആ പാപത്തിന്റെ ഫലമൊക്കെ നിങ്ങളും കൂടി അനുഭവിക്കുമോ, അതോ അത് ഞാൻ തന്നെ അനുഭവിക്കണോ എന്ന് ഭാര്യയോടും മക്കളോടും ചോദിച്ചു. അപ്പൊ അവര് എന്നിട്ട് പറയുന്നു, സത്യം പറയണം എന്ന് ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. സത്യം പറയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം കൂടി നിങ്ങൾ അനുഭവിക്കുമോ, അതോ അത് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണോ എന്ന് ചോദിച്ചു. അപ്പോ ഈ രത്നാകരന്റെ ഭാര്യയും മക്കളും പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതാണ് ശരിക്കും രാമായണത്തിന്റെ തന്നെ ഒരു വഴിത്തിരിവായിത്തീരുന്നത്. എന്താ അവര് പറഞ്ഞത്? നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിത്യവും ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണഫലം അത് ചെയ്യുന്ന ആളൊഴിച്ച് മറ്റാരും അനുഭവിക്കത്തില്ല. ആർക്കു വേണ്ടി ചെയ്താലും എന്തിനു വേണ്ടി ചെയ്താലും അത് ചെയ്യുന്ന ആള് തന്നെ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങള് ആര് തന്നെ അനുഭവിക്കണം? താൻ തന്നെ അനുഭവിക്കണം എന്നാണ് അവര് പറഞ്ഞത്. ഇത് കേട്ട് വല്ലാതെ സ്തബ്ധനായി പോയി രത്നാകരൻ. വിരക്തി പൂണ്ടവനായി തീർന്നു രത്നാകരൻ. വളരെ വിഷമിച്ച് ആ താപസന്മാര് നിൽക്കുന്ന ദിക്കിൽ ചെന്ന് അവരെ 7 പേരെയും നമസ്കരിച്ചു. നോക്കുക, കാട്ടാളത്തവും കൊണ്ട് നടന്ന രത്നാകരന് സത്സംഗം കൊണ്ട് വന്ന മാറ്റം. സജ്ജന സമ്പർക്കമുണ്ടാവുമ്പോ ഏതൊരു വ്യക്തിക്കും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സത്സംഗം വേണം എന്ന്. അതാ നിത്യ തപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതൻ അന്ധക്കരണവും. നിത്യ തപോധനന്മാരുമായിട്ടുള്ള സംഗമം, ആ സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം കൊണ്ട് എൻ്റെ അന്ധക്കരണം ശുദ്ധമായി വന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് അന്ധക്കരണങ്ങള്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ അമ്പും വില്ലുമെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ട് അവരുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എത്രയും പാപങ്ങൾ ചെയ്തു കൂട്ടിയല്ലോ. അപ്പോ സപ്തർഷികൾ പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് ഒരു മനപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. നിനക്ക് സജ്ജന സംഗമാത് വിദ്വജ്ജനാന മഹത്വമേതാദൃശം. പെട്ടെന്ന് തന്നെ നിനക്ക് ഇതിന്റെ ഫലം വരും. കാരണം നീ സജ്ജനങ്ങളുമായിട്ട് ഇപ്പോ കൂട്ടുകൂടി കഴിഞ്ഞു. നിനക്കൊരു ഉപദേശം തരാം. അവര് പറഞ്ഞു, നീ ദുർവൃത്രനാണ്, ദ്വിജ അധമനാണ്. ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിലും നീ അധമനായിട്ടാ ജീവിച്ചത്. ദിവ്യജനങ്ങളെല്ലാം നിന്നെ ഉപേക്ഷിച്ചതാണ്. എങ്കിലും രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ശരണം ഗമിച്ചത് കൊണ്ട് നിനക്ക് മോക്ഷമാർഗോപദേശേന സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന എന്ത് പറഞ്ഞു കൊടുത്തു? രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. അവര് എനിക്ക് എന്ത് ചെയ്തു? രാമ എന്നുള്ളത് തിരിച്ച് മരാ എന്ന് ചൊല്ലാൻ പറഞ്ഞു. നിത്യം മരാമരാത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് അനാരതം. നീ മര എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പറയുമ്പോൾ രാമ എന്ന് വരും. അങ്ങനെ നീ ഇരുന്ന് മനസ്സേകാഗ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ ജപിക്കുക. ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോ
വരുന്നത് വരെ നീ ജപിച്ചിരുന്നിടുക എന്ന് രത്നാകരനോട് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ മരാമര, അതായത് തിരിച്ചു പറയുമ്പോൾ രാമരാമ, മരാമ രാമ 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 രാ, അപ്പൊ അത് രാമ 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 എന്ന് വരും. അങ്ങനെ ജപിച്ചു. ഏകദേശം 1000 യുഗങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അനേക കാലം കഴിഞ്ഞു. അനേക കാലം അങ്ങനെ ഇരുന്നു. അങ്ങനെ കാട്ടിലിരിക്കുന്ന രത്നാകരനെ ചിതൽപ്പുറ്റുകൊണ്ട് മൂടി മറഞ്ഞുപോയി. അങ്ങനെ ഗോപതിമാരുദയം ചെയ്തതുപോലെ അവർ വീണ്ടും വന്നു. സൂര്യൻ ഉദിച്ചതുപോലെ സപ്തർഷികൾ വീണ്ടും വന്നു. എന്നിട്ട് പുറത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ആ വൽമീകം ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് എനിക്ക് അവര് എന്ത് ചെയ്തു? വാൽമീകി എന്ന് പേരും നൽകി. അങ്ങനെ ബ്രഹ്മജ്ഞനായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ആ രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. അതാണ് ആ രാമനാമത്തിന്റെ പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന് വേറെ എങ്ങും പോവണ്ട. രാമായണം രചിച്ച വാൽമീകിയുടെ സംഭവം തന്നെ, അല്ലെങ്കിൽ ജീവിതം തന്നെ പരിശോധിച്ചാൽ മതി. ആ രാമനെ എനിക്കിപ്പോ എൻ്റെ മാംസചക്ഷുസ് കൊണ്ട് എനിക്കിപ്പോ കാണാനുള്ള ഭാഗ്യവും വന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിത്യവും രാമനാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടാവും, ജ്ഞാനമുണ്ടാവും, കവിത്വസിദ്ധി ഉണ്ടാവും. നമ്മളുടെ ഉള്ളിലെ കാട്ടാളൻ മരിക്കും. നമ്മളുടെ കാട്ടാള ചിന്തകളെല്ലാം ഇല്ലാതെയാകും. നിത്യവും എന്ത് ചെയ്യണം? രാമനാമം ജപിക്കണം. അത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും. അല്ലേ? നാരായണായ എന്നതിൻ്റെ 2ാമത്തെ അക്ഷരമായ രാ, നമഃശിവായ എന്നതിൻ്റെ 2ാമത്തെ അക്ഷരമായ മാ ചേർത്ത് പറയുമ്പോൾ രാമ, താരകമന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാമമന്ത്രം ദിവസവും ജപിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗുണപരമായ മാറ്റങ്ങളെ അനുഭവിച്ച് അറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാലികമായി ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. നാമജപം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനങ്ങേയറ്റം പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം പൂർണ്ണമാവുന്നു. ഇത് അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്തേ.